അപ്പോഴേ ഞാനിന്ന് അമരപ്പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം അത്, എന്നാലും എൻ്റെ രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് എണ്ണ കാണിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചുമന്നുള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്, ഒരു 10-12 അല്ലി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങാടി ഇട്ട് കൊടുക്കാം. അമരപ്പയർ ഏതാണ്ട് 1/2 കിലോനുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഇത്തിരി പച്ചക്കറി ആയതുകൊണ്ട്, മെഴുക്കുവരട്ടി ആയതുകൊണ്ട് ഇത്തിരി വേണം. അപ്പോൾ ഒപ്പം ഒരു 4-5 അല്ലി വെളുത്തുള്ളിയാണ്, അതിട്ട് കൊടുക്കാം. ഒരു 2 ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല എരിവെള്ള മുളകാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഒന്ന് വാടട്ടെ. അപ്പം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഈ സമയത്ത്. ഒപ്പം തന്നെ ഒരു 3-4 ചെമ്മീൻ എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കണതാണ് ഞാനിതിലേക്ക്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന അമരപ്പയർ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അമരപ്പയർ ഞാൻ 2-3 തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് ഉപ്പ് വെള്ളത്തിലിട്ട് പിന്നെ 1-2 പ്രാവശ്യം കഴുകിയതിന് ശേഷം കട്ട് ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് കഴുകി നീറ്റാക്കിയ സംഭവമാണ്. അപ്പോൾ അമരപ്പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം അല്പം പോലും വെള്ളം ഒഴിക്കണ്ട കേട്ടോ, കാരണം ഇതിൽ നിന്ന് തന്നെ അല്പം വെള്ളം ഇറങ്ങും. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ചെറുതീയിൽ മൂടി വെക്കാം. ഓക്കെ, അപ്പോൾ നോക്കാട്ടോ. നമുക്ക് 10 മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് വെച്ചിട്ട്. അപ്പോൾ അമരപ്പയർ റെഡി ആയിട്ടുണ്ട്, ഒലന്നിട്ടുണ്ട്. ഇത്ര മതി, അധികം വെന്ത് പോയെന്നാൽ കുഴലിനെ പോലെ ആയിപ്പോവും. അപ്പോൾ പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഒരു നുള്ള് കുരുമുളക് പൊടി കേട്ടോ, നുള്ള് ഇടാൻ പാടുള്ളൂ. ഒരു അല്പം പേരിന് മാത്രം ഒരു നുള്ള് കുരുമുളക് പൊടി, ഒരു തണ്ട് കറിവേപ്പില. നന്നായിട്ട് മിക്സ് ചെയ്യാം. തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു നുള്ളേ ഇടാൻ പാടുള്ളേ കുരുമുളക് പൊടി. ഞാനിടണതാണ് കേട്ടോ, എൻ്റെ രീതിയാണ് ഈ പറയണത് കേട്ടോ. അപ്പം എൻ്റെ രീതിയിലുള്ള അമരപ്പയർ മെഴുക്കുവരട്ടിയാണിത്. പിന്നെ ചെമ്മീൻ ആവശ്യമുള്ളവർക്ക് ഇടാം. ഞാനിവിടെ അമരപ്പയർ, അച്ചിങ്ങ, പീച്ചിങ്ങ, ചേന ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഒരല്പം ചെമ്മീൻ ഇടും. അധികം ഇടില്ല, ഒരു 3-4 ചെമ്മീൻ ഇടും, ഒരു ടേസ്റ്റ് വരാൻ മാത്രം. അപ്പോൾ നമ്മുടെ അമരപ്പയർ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഓക്കെ.